നമസ്കാരം. മനുഷ്യൻ ഈശ്വരന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉദാത്തമായതാണെന്ന് കണക്കാക്കപ്പെടുന്നു. പരിപൂർണമായൊരു ശരീരവും വിവേചന ശക്തിയുള്ള മനോബുദ്ധികളും മനുഷ്യന് തന്നെയാണ് ഈശ്വരൻ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈശ്വരന്റെ ഏറ്റവും ഉദാത്തമായ സൃഷ്ടി സ്വന്തം സ്വത്വം നഷ്ടപ്പെട്ട് അലയുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? വ്യർത്ഥ കർമ്മങ്ങളുടെ ഇരുണ്ട ഇടനാഴികളിൽ സ്വയം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നില്ലേ? ലോകമൊട്ടാകെ വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും ആത്മഹത്യകളും അരാജകത്വവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോഴോ അവിടെയും നിരാശയും പിരിമുറുക്കങ്ങളും അശാന്തിയും സമ്മർദ്ദവും സംഘർഷങ്ങളും. എവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നത്? ഒരു പുനർവിചിന്തനത്തിനുള്ള വേദിയാണിത്. സമർത്ഥ കർമ്മങ്ങളിലേക്കുള്ള യാത്രയാണിത്. അജ്ഞാനത്തിന്റെ ഇരുട്ടിൽ നിന്ന് ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്കുള്ള യാത്രയാണിത്. ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയംഗമമായ സ്വാഗതം. ഒരു മഹാനായ എഴുത്തുകാരൻ പറഞ്ഞു, ജീവിതം യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ വളരെ അപൂർവമാണ്. മിക്കവരും നിലനിന്ന് പോകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിലനിൽപ്പിന്റെയും ജീവിതം യഥാർത്ഥത്തിൽ ജീവിക്കുന്നതും തമ്മിലുള്ള ഈ വ്യത്യാസം ഏറ്റവും പ്രകടമായി കാണുന്നത് 21ാം നൂറ്റാണ്ടിന്റെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇതിന് കാരണമായി വിദ്യാഭ്യാസ വിചക്ഷണരും ലോകമൊട്ടാകെയുള്ള മനഃശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത് ഒരേയൊരു വാക്കാണ്: സ്ട്രെസ് അഥവാ പിരിമുറുക്കം. സ്ട്രെസ് എന്ന ഈ രോഗം, അതെ, സ്ട്രെസ് ഒരു രോഗം തന്നെയാണ്. എന്നാൽ ഈ രോഗത്തെ ചികിത്സിച്ചു ഭേദമാക്കുന്നതിൽ മാനവ സമൂഹം ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ജ്യോതിർഗമയയിൽ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന വിഷയത്തെ തന്നെ നമ്മൾ ആദ്യം ചർച്ചയ്ക്കെടുക്കുകയാണ്. എന്നാൽ ഈ ചർച്ചയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ, നമ്മെ ഈ യാത്രയിൽ അങ്ങേയറ്റം വരെ നയിക്കാൻ നമ്മോടൊപ്പം ഒരു വിശിഷ്ടാതിഥിയുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മീയതയിൽ ആകൃഷ്ടയായി ആധ്യാത്മിക മാർഗത്തിൽ സ്വയം സമർപ്പിച്ച ഒരു മഹിളാരത്നം. തന്റെ പ്രസരിപ്പാർന്ന ചലനങ്ങളിൽ കൂടെയും പുഞ്ചിരിക്കുന്ന മുഖഭാവങ്ങളിൽ കൂടെയും യഥാർത്ഥ ആത്മീയത എന്തെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന ഒരു മഹിളാരത്നം. ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ കോഴിക്കോട്, വയനാട് സേവാ കേന്ദ്രങ്ങളുടെ സഹസഞ്ചാലികയായ ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ. സിസ്റ്റർ, ഈ പരിപാടിയിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകമൊട്ടാകെ 78% പേർ സ്ട്രെസ് അഥവാ പിരിമുറുക്കത്തിന്റെ ദുരിതം അനുഭവിക്കുന്നെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും അതിശയകരമായ, അത്ഭുതപ്പെടുത്തുന്ന വസ്തുത എന്തെന്നാൽ സ്ട്രെസ്സിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരിൽ അധികം പേർക്കും തങ്ങൾ പിരിമുറുക്കത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന ബോധം പോലുമില്ല എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. സിസ്റ്റർ, ഇവിടെയാണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് ചർച്ചയ്ക്കെടുക്കുന്നത്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സ്ട്രെസ് എന്ന വാക്കിന് ഇത്രയും പ്രാധാന്യം വരുന്നു? ഒരു 50 വർഷം മുമ്പ് നമ്മൾ കേട്ടിട്ടേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഇത്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പിരിമുറുക്കങ്ങൾ ഇത്രയും കൂടുന്നു? ലോകത്തിന്റെ അമിത വേഗത്തിലുള്ളതായിട്ടുള്ള യാത്ര ഒന്നാമത്തെ കാരണം അവിടെയാണ്. രണ്ടാമത്തെ കാരണം, മനുഷ്യന്മാർ ഇന്ന് ജീവിക്കുന്നത് മൂല്യങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. സ്വന്തം കാര്യം നടത്താൻ വേണ്ടി മൂല്യങ്ങളെ സൈഡാക്കിക്കൊണ്ട് മുന്നേറാനായിട്ട് എന്തും ചെയ്യാൻ മനുഷ്യൻ തയ്യാറാവുന്നു. അതായത് എവിടെ നോക്കിയാലും മൂല്യച്യുതി കൊണ്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് കാണുന്നുള്ളൂ. മറ്റൊരു ഭാഗത്ത് കുട്ടികൾ മുതൽ വലിയവർ വരെ ഇന്ന് കാണുന്ന ലോകമല്ല നാളെ, നേരം പുലരുമ്പോൾ ലോകം മാറി എന്ന് പറയുന്ന അത്ര വേഗത്തിലാണ് ലോകം മാറുന്നത്. പിന്നെ മത്സരങ്ങളാണെങ്കിലോ ഇന്ന് പറയാൻ നമ്മൾ കോമ്പറ്റീഷൻ ഫോർ ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം, ഹെൽത്തി കോമ്പറ്റീഷൻ കാണുന്നില്ല. ഇല്ല, കോമ്പറ്റീഷൻ ഫോർ ദ സേക്ക് ഓഫ് കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് എനിക്ക് കൊന്നിട്ടായാലും വിരോധമില്ല മറ്റൊരാളെ, ഞാൻ ജയിച്ചിരിക്കണം, അതിലെന്ത് നേട്ടം എനിക്കുണ്ട്, അതുപോലും ചിന്തിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നില്ല. അപ്പൊ അത്തരം കോമ്പറ്റീഷൻസ് ഒരു ഭാഗത്ത്. ഇനി മനോഹരമായിട്ട് വാക്ക് മനുഷ്യൻ പറയുന്നുണ്ട്, കോപ്പറേഷൻ. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? കോ ഓപ്പറേഷൻ, നോ കോപ്പറേഷൻ. അതിന്റെ റിസൾട്ട് എന്ത് സംഭവിക്കുന്നു? ഇന്ന് കാണുന്ന ഒരു മുഖത്തെ വിശ്വസിക്കാൻ മനുഷ്യന് പേടി. ഇനി വേഗത്തിലുള്ള സാധനങ്ങളാണെങ്കിലോ അമിത വേഗം കൊണ്ട് വസ്തുക്കൾ ഒരു ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ലോകം ഇന്ന് സയൻസിന്റെ വളർച്ച കൊണ്ട് അമിത വേഗം ഒരു ഭാഗത്ത് പോകുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് അതിന്റെ ഒപ്പത്തിനൊപ്പം ഓടാനുള്ളതായിട്ടുള്ള ആഗ്രഹം ഒരുപാടാണ്. അതുകൊണ്ട് മനസ്സെത്തുന്നിടത്ത് കയ്യും കാലെത്തുന്നില്ല, കണ്ണെത്തുന്നില്ല. അപ്പൊ മനസ്സും ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഐക്യം എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ അവന്റെ സ്ഥൂല ഇന്ദ്രിയങ്ങളും ജ്ഞാന ഇന്ദ്രിയങ്ങളും ഒപ്പം തന്നെ അവന്റെ മനസ്സും
ഇതെല്ലാം തന്നെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് സമാധാനം അഥവാ സ്വസ്ഥത എന്നൊരു വാക്കുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ എന്ന് വെച്ചാൽ ടു ലിവ് അറ്റ് ഈസ് എന്നാ പറയാ. സുഖത്തിൽ ജീവിക്കാൻ ജനിച്ചവൻ മനുഷ്യനാണ്. പക്ഷെ എന്ത് സംഭവിച്ചു പോയി? ഈ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഈ ഓട്ടം കാരണം മനസ്സൊരു ഭാഗത്തോടുന്നു, ബുദ്ധി മറ്റു ഭാഗത്തേക്ക് ഓടുന്നു. ഇന്ദ്രിയങ്ങൾ കണ്ണും എത്തുന്നിടത്ത് കൈയെത്തുന്നില്ല. ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾക്ക് തമ്മിൽ ഐക്യമില്ല. മനസ്സിനും ബുദ്ധിക്കും തമ്മിൽ ഐക്യമില്ല. ഇതുകൊണ്ടൊക്കെ എന്ത് സംഭവിച്ചു പോയി? ഓടുന്നതൊരു ഭാഗത്തേക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നുമാണ്, പോകുന്നത് മറ്റൊരു ഭാഗത്തുമാണ്. ഇവ തമ്മിലുള്ളതായിട്ടുള്ള ഈ സമാന്തരമായിട്ടുള്ള യാത്ര, ഇതാണ് ഇത്തരമൊരു സ്ട്രെസ് എന്നൊരു പുതിയ രോഗത്തെ, സമൂഹത്തിന്റെ രോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നത്. ബെഞ്ചി, ഇവിടെ ഇപ്പോ സ്ട്രെസ് എന്ന രോഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ ജീവിത വിജയം, കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇങ്ങനെ മത്സരം നിലനിൽക്കുന്ന ഒരു ലോകത്തിൽ എങ്ങനെയും മുന്നേറാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? കാരണം ജീവിത വിജയം തീർച്ചയായിട്ടും ആവശ്യമാണല്ലോ. എല്ലാവരും പറയുന്നത് ജീവിത വിജയത്തിനൊരല്പം സ്ട്രെസ് ആവശ്യമാണ് എന്നും പറയുന്നു. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഒഴിച്ചു നിർത്താൻ കഴിയും? ജീവിത വിജയം ഇതില്ലാതെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും? പക്ഷെ എന്തൊരു കാരണം കൊണ്ട് സ്ട്രെസ് ഉണ്ടാവുന്നു എന്നുള്ളതല്ല. ആ സമയത്ത് ഇപ്പോ ഞാൻ പ്രഭാത് ഭായിന്റെ അടുത്ത് തന്നെ പറയാണ്, കൈയിപ്പം ഇങ്ങനെ നീട്ടി പിടിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈ കടയും, അല്ലേ? തീർച്ചയായും. നമ്മുടെ ഈ ഹൃദയമാണെങ്കിലോ, നമ്മൾ അമ്മയുടെ ഗർഭത്തിലേത് സമയത്ത് തൊട്ട് വന്നു ആ നിമിഷം മുതൽ ഏത് നിമിഷത്തില് ആത്മശരീരത്തിന് പോവോ ആ നിമിഷം വരെ ഫുൾ ടൈം ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് കാരണം കൊണ്ട് എന്നുള്ളതല്ല. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ, എനിക്ക് ബസ് കിട്ടണം, ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ പോവുകയാണ്, കുറച്ച് വേഗത്തിൽ ഞാൻ ഓടുന്ന സമയത്ത് അനുഭവിക്കുന്ന, കിട്ടോ ഇല്ലേ എന്ന് അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം തന്നെയാണല്ലോ. ബസ് പിടിക്കാൻ വേണ്ടി ആ ഒരു സ്ട്രെസ് ആവശ്യമല്ലേ? നമ്മൾ പറയാൻ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ഹാർട്ടിന് നിങ്ങൾ എക്സ്ട്രാ വർക്ക് കൊടുക്കുകയാണ്. 24 hours വർക്കിംഗ് ഒരു എഞ്ചിനാണ് നമ്മുടെ ഹാർട്ട്. ആ ഒരു സാധനത്തിന് പിന്നെയും എക്സ്ട്രാ വർക്ക് കൊടുക്കുന്നുണ്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. ഒരു മനുഷ്യന് വേണ്ടതിന്റെ 4 ഇരട്ടി, 4 ആയുസ് ജീവിക്കാനുള്ള ശക്തിയോടെയാണ് ഭഗവാൻ ഈ ഹൃദയം നമുക്ക് വെച്ച് തന്നത്. പക്ഷെ മനുഷ്യന്മാര് ആ 4 ഇരട്ടിയും ഉപയോഗിച്ചു കഴിഞ്ഞ ശേഷം 30-35 വയസ്സാകുമ്പോഴേക്കും ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈ അവസ്ഥയിലൊക്കെ എത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്ട്രെസ് ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ട്രെസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, നമ്മളതിനെ പറയും സെൽഫ് മോട്ടിവേഷൻ. ഉന്മേഷത്തോടെയും ഉത്സാഹവും സ്വന്തം മനസ്സിൽ നിന്ന് ഒരു മനുഷ്യനെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, അതിന്റെ ആധാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യന് ഈ സ്ട്രെസ്സിന് അണ്ടറിൽ പ്രവർത്തിച്ചോളണമെന്നില്ല. ലോകത്തിൽ നമുക്കറിയാം റിസോഴ്സസ് എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിസോഴ്സസിന്റെ എണ്ണം കുറഞ്ഞു വരുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കനത്ത മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടേ? ഈ റിസോഴ്സസ് കുറവും ആൾക്കാരുടെ എണ്ണം ഇത്രയും വർദ്ധിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഈ മത്സരത്തെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. റിസോഴ്സസ് ഔട്ട്സൈഡ് റിസോഴ്സേ കുറയുന്നുള്ളൂ. എല്ലാ മനുഷ്യന്മാരും ആശ്രയിക്കുന്ന എന്തിന്റെ ആധാരത്തിലാണെന്നറിയോ? ഔട്ട്സൈഡ് റിസോഴ്സിന്റെ ആധാരത്തിലാണ്. അതൊരു പക്ഷേ കുറഞ്ഞേക്കാം. പക്ഷെ ഇൻസൈഡ് റിസോഴ്സ് അതൊരിക്കലും കുറയുന്നില്ല. ആ ഇൻസൈഡ് റിസോഴ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഔട്ട്സൈഡ് റിസോഴ്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യം ചെയ്യാൻ സാധിക്കും. ഇൻസൈഡ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ വിശദീകരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? കാരണം നമ്മുടെ എല്ലാ മനുഷ്യന്റെ ഉള്ളില് ഏതൊരു കർമ്മം നമ്മളെടുത്ത് നോക്കിയാലും അതിന്റെ ഒക്കെ ആധാരം നോക്കിയ ഒരു സങ്കല്പമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ മീറ്റ് ചെയ്യണം, നമ്മൾ വിചാരിച്ചിരിക്കുന്നു ഇന്ന് മീറ്റ് ചെയ്യണം നമ്മൾ, അതുകൊണ്ട് നമ്മൾ വന്നു സംസാരിക്കുന്നു. ഞാനൊരു സ്കൂളിൽ പോകണമെങ്കിൽ രാവിലെ ഉണരണമെങ്കിൽ എനിക്ക് ഇന്നത്തെ സമയത്ത് എഴുന്നേൽക്കണം എന്നൊരു പ്ലാൻ വേണം. ഒരു തോട്ട് ഉണ്ടെങ്കിലല്ലേ ഒരു ആക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പൊ എന്തൊരു കർമ്മത്തിന്റെയും ആധാരം എന്തെന്ന് നോക്കിയാൽ അത് തോട്ട്സ് ആണ്, ചിന്തകളാണ്. ഈ ചിന്തകളെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണ് മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. ഇന്ന് മനുഷ്യന്മാരുടെ ഉപയോഗം നോക്കിയാൽ അതിൽ 20% തോട്ട്സ് മാത്രമേ ഒരു മനുഷ്യൻ, അതും ദ ഹയസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ, നമ്മുടെ ശകുന്തളാദേവി, ഒരു വിശ്വനാഥൻ ആനന്ദ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന നമ്മൾ പറയുന്ന സൂപ്പർ സ്പെഷ്യൽ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ, അവരവരുടെ സങ്കല്പത്തിന്റെ 20% ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 80% വേസ്റ്റിലേക്ക് പോവുകയാണ്. സാധാരണ മനുഷ്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അത് 12 മുതൽ 15% വരെ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വേസ്റ്റ് ആവുന്ന സങ്കല്പം എന്ന് പറയുന്നത് വലിയൊരു ഊർജ്ജമാണ്. അപ്പൊ ആ ഊർജ്ജത്തിനെ യഥാർത്ഥ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ കുറച്ച് മാറ്റർ എന്ന് പറയുന്നതാണല്ലോ നമ്മൾ പറയുന്ന ഔട്ട്സൈഡ് സോഴ്സ് എന്ന് പറയുന്ന എന്താ സാധനം? മാറ്ററാണ്. അതിന് പദാർത്ഥത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് ഇന്നത് ഉപയോഗം കൂടിയിരിക്കുന്നു? കാരണം നമ്മൾ പറയല്ലോ, എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ലാത്ത ഒരാള് വടി കുത്തിപ്പിടിച്ച് നടക്കും, അല്ലെ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന കുറച്ച് മാനസിക പ്രോബ്ലം ഉള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു.
അദ്ദേഹം എപ്പോഴും റെയ്മൺസ് എന്നൊരു കമ്പനി ഉണ്ട് പോലും, വലിയ വില പിടിച്ച ക്ലോത്ത്സിന്റെ ആ റെയ്മൺ കമ്പനിയുടെ മാത്രം ഡ്രസ്സ് ഇടാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ എന്നെ മറ്റുള്ളവർ കാണണമെങ്കിൽ അംഗീകരിക്കണമെങ്കിൽ ഞാൻ റെയ്മൺ ക്ലോത്ത് ഇട്ടാലേ അംഗീകരിക്കലാണ്. കാരണം ഉള്ളിലില്ല അദ്ദേഹത്തിന്, രോഗമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സെപ്പോഴും ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അകത്തില്ലാത്തവൻ പുറത്തുള്ള വസ്തുക്കളെ ആധാരമാക്കാൻ നോക്കുന്നു. അങ്ങനെ അകത്തില്ലാത്തവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. മീൻസ് നമ്മുടെ സങ്കല്പ ശക്തിന് മനസ്സിന്റെ നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥയാണ് മനുഷ്യനെന്ന്. അതുകൊണ്ട് സങ്കല്പ ശക്തിയുടെ ഉപയോഗം വളരെ കുറവാണ്. ആ ഉപയോഗം കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തുള്ള വസ്തുവകകളിൽ, സാധനങ്ങളിൽ, ഇതിലൊക്കെ നമ്മുടെ സുഖം കണ്ടെത്താൻ വേണ്ടി നോക്കുക. അതിന്റെ റിസൾട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പുറത്തുള്ള റിസോഴ്സ് കുറയുന്നു, അകത്തുള്ള റിസോഴ്സ് വേസ്റ്റ് ആവുന്നു. തിരിച്ച് യാത്ര ചെയ്യാം നമുക്ക് അകത്തേക്ക്. അകത്തുള്ള റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പഠിച്ചാൽ നോ ഇഷ്യൂസ്. ഇവിടെ അകത്തുള്ള റിസോഴ്സസ് വേണം തീർച്ചയായും. പക്ഷേ അകത്തുള്ള റിസോഴ്സസിനെ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ ഒന്ന് അതിനുള്ള ഒരു മെത്തേഡ് നമുക്ക് വേണം തീർച്ചയായും. അപ്പോ ഈ സങ്കല്പങ്ങളെ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് സ്ട്രെസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ ഏത് രീതിയിൽ അതിനെ, കാരണം ചിന്തകളെ നിയന്ത്രിക്കുക, ചിത പോലെയാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യർ കഷ്ടം അനുഭവിക്കുന്ന ഇവിടെ തന്നെയാണ്. ഈ ചിത പോലെയാവുന്നത് അത് അശുഭ സങ്കല്പം അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തയാവുമ്പോഴാണ്. എല്ലാ ചിന്തയും ചിത പോലെ ആവുന്നില്ല. കാരണം ചിന്തകൾ 4 വെറൈറ്റി ഉണ്ട്. അതിൽ പോസിറ്റീവ് തോട്ട്സ് ഉണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, വേസ്റ്റ് ഉണ്ട്, നെസസറി എന്നൊക്കെ പറയും. മീൻസ് ഗുണങ്ങളുടെ ആധാരത്തിൽ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന തോട്ട്സ് എന്തോ അത് നമ്മൾ എന്ത് പേര് വിളിക്കാം? പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയാം. അതിന്റെ ആധാരത്തിൽ നിങ്ങൾ എന്ത് സങ്കല്പം നിങ്ങളുള്ളിൽ ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ആ സന്തോഷവും ആ സുഖവും മാത്രമേ തരുന്നുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ വളരെ മിടുക്കനാണ്, അല്ലെങ്കിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാൻ, അതല്ലേ ഉദ്ദേശിക്കുന്നു? അത്തരത്തിൽ മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അത് മാത്രം പോസിറ്റീവ് ആവുന്നില്ല. അത് മറ്റൊന്നിന്റെ വ്യാവഹാരിക ഭാവമാണ്. മീൻസ് ഞാൻ മിടുക്കനാണെന്ന് ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള മറ്റെന്തോ ഒരു ഗുണം എനിക്ക് തിരിച്ചറിയാൻ കഴിയണം. എന്നാൽ മാത്രമല്ലേ എനിക്ക് ഞാൻ മിടുക്കെന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ ബേസിലേക്ക് ചിന്തിച്ചു നോക്കൂ. അവിടെ ഒന്നുകിൽ എന്റെ കറേജ് ആയിരിക്കാം, അതല്ലെങ്കിൽ എനിക്ക് എന്റെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്റെ ഹാർഡ് വർക്ക് ആയിരിക്കാം, കുറച്ചും കൂടെ നോക്കിപ്പോയി കഴിഞ്ഞാൽ എന്റെ മനസ്സിന്റെ കാം ആൻഡ് കൂൾ സ്റ്റേജ് ആയിരിക്കാം. ബെഞ്ചി, ഇവിടെ ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് തന്നെ അറിയാം എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാനുള്ള ശക്തിക്കുറവുണ്ട്. ഈ പോസിറ്റീവ് തിങ്കിങ് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യും എന്റെ ജീവിതത്തിൽ? ആദ്യം മനുഷ്യന്മാർക്ക് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? മനുഷ്യൻ അവനവനെ കുറിച്ച് സ്വയം ചിന്തിക്കുന്നതിന്റെ ഞാൻ എന്നുള്ള ചിന്തയുടെ പ്രോബ്ലമാണ് ഇവിടെ മനുഷ്യനെ പ്രശ്നക്കാരനാക്കി മാറ്റുന്നത്. അതായത് എനിക്ക് മറ്റൊരാളോട് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ ആള് സ്വയം വിചാരിക്കുന്നത് ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചാണ്. ഈ ഫിസിക്കൽ അപ്പിയറൻസ് ഇത് ഒരു നശ്വരമായിട്ടുള്ള വസ്തു മാത്രമാണ്, വിനാശിയായ ഒന്നാണ്. ഇതിനെ ഈ രീതിയിൽ പിടിച്ചു നിർത്തുന്ന മറ്റൊരു ശക്തിയുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആത്മ എന്ന് പറയുന്ന നമ്മുടെ ഇന്റേണൽ പവർ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. എന്റെ ഒരു അനുഭവം പറയുകയാണ്. നമ്മുടെ ഒരു ബ്രദർ കഴിഞ്ഞ ഓണത്തിന് സമയത്ത് വൈകുന്നേരം സിസ്റ്റർ ഞാൻ നാളെ വരുമ്പോൾ പൂവും കൊണ്ടുവരാന്ന് പറഞ്ഞു പോയ ആള് രാത്രി 8 മണിക്ക് ഫോൺ വരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു എന്ന്. നമ്മൾ കുറെ ട്രൈ ചെയ്തു. രാവിലെ ചെന്ന് നോക്കുന്ന സമയത്ത് രാവിലെ അമ്മയ്ക്ക് മെസ്സേജ് കിട്ടി, ഇപ്പഴാ ബ്രദർ ഇല്ല, പോയിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ കാണാൻ പോയി. മൂക്കുന്ന് വെള്ളം വരാൻ തുടങ്ങിയിരിക്കുന്നു, ചെവിന്ന് വെള്ളം വരാൻ തുടങ്ങിയിരിക്കുന്നു. തലേദിവസം വൈകുന്നേരം മേശയും കട്ടിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന ആള്, അത്ര പവർഫുൾ ആയിരുന്ന ഒരാള് ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇസ്ലാമോർ എന്ത് സംഭവിച്ചിരിക്കുന്നു? ആ ബോഡി അവിടെ കിടക്കുകയാണ്. കാണാൻ പോകുന്ന സമയത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഫാമിലി മുഴുവൻ. പക്ഷെ ആ ബോഡി അവിടെ കിടക്കുന്നുണ്ട്. നമ്മളെ കണ്ടപ്പോഴത്തേക്കും വൈഫ് കരയാൻ തുടങ്ങി. സിസ്റ്റർ നോക്ക്, രഘുവായി പോയില്ലേ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ആ ബോഡി അത്രയും ഹെൽത്തി ആയിട്ട് പിടിച്ചു നിർത്താൻ, ആ ബോഡിക്ക് അതിന്റെ ഒരു ഫോം കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഫോഴ്സ് എന്തായിരുന്നു? അതിനുള്ളൊരു ആത്മാവുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു? ഞാൻ ഈ ബോഡി എന്ന് ചിന്തിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഫോഴ്സ് ഉണ്ടല്ലോ, എനർജി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ഒരു കോൺഷ്യസ് ആണ് എനിക്ക് മറ്റുള്ളവരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഭയം വരുത്തുന്നത്. മുന്നിലുള്ള ആളെ ഞാൻ കാണുമ്പോൾ എന്തേ കാണുള്ളൂ? അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്. എന്നെ ഞാൻ ഒരു ഫിസിക്കൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ഫിസിക്കലായിട്ട് എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. ഞാൻ എന്നെ ഒരു ആത്മാവായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ എനിക്കൊരു ആത്മാവായിട്ട് കാണാൻ സാധിക്കും. ആത്മാവിന്റെ ഉള്ളിൽ ഒരു ഡിഫറൻസ് ഇല്ല. പക്ഷെ ബെഞ്ചി, ഇവിടെ ഇപ്പൊ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം, കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിന്റെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഇപ്പൊ പല ക്ലാസ്സുകളിലും എങ്ങനെ നേരെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം,
ഇതെല്ലാം വളരെ പരമപ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ നമ്മൾ കേട്ടുവരുമ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഞാൻ ആത്മാവാണ് എന്ന് ചിന്തിക്കണം. അത് വ്യാവഹാരിക തലത്തിൽ നമുക്ക് എങ്ങനെ ഉപയോഗത്തിൽ വരും? ഇത് ഞാൻ ആത്മാവാന്നൊരു നോളജ് മാത്രമാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് വ്യാവഹാര തലത്തിലേക്ക് വരുന്നില്ല. ഇതിന് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ കോൺഷ്യസ് തലത്തില് ആ തോട്ടിനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് അതിനെ ആത്മാ എന്ന് പറയുന്ന സമയത്ത് അത് എന്താണെന്ന് അറിയണം. കാരണം ആത്മ ഇതുവരെ നമുക്ക് എന്തേ അറിയുള്ളൂ? ആത്മാവിനെ വാള് കൊണ്ട് വെട്ടാനാവില്ല, വെള്ളം കൊണ്ട് നനയ്ക്കാനാവില്ല, തീ കൊണ്ട് കത്തിക്കാനാവില്ല, ആത്മ അമരനാണ്, അവിനാശിയാണ്, ഓവർ. അതിനപ്പുറത്ത് എന്താണ് ആത്മാവിനെ കുറിച്ച്? നത്തിങ്. അതുകൊണ്ട് ആത്മാ എന്ന് പറയുന്ന സമയത്ത് അതാണ് ഞാനെങ്കിൽ, ഞാൻ ഇന്റേണൽ പേഴ്സണാലിറ്റി അഥവാ ആന്തരിക വ്യക്തിത്വം ഈ ആത്മാവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മ എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു അറിയണം. അതറിയാൻ വേണ്ടി നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് കോൺഷ്യസ് ലെവൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ബോധമണ്ഡലത്തിൽ ഒരു മാറ്റം. ആ ബോധമണ്ഡലത്തിൽ ഞാൻ ആത്മാവെന്നൊരു ബോധം വന്നൊരുത്തിനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ആരെന്നുള്ളതുമില്ല, എന്തെന്നുള്ളതുമില്ല. കാരണം എല്ലാവരും ആ സമഭാവനയോടുകൂടി ഇവരെന്റെ സഹോദരൻ അഥവാ ഇവരെന്റെ സഹോദരി, ആ ഒരു ഫീലിംഗോട് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് നമ്മുടെ സുഖം കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. സ്പീഡിന്റെ ലോകത്ത് നമുക്ക് ജീവിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ കഴിയുമോ? സാധ്യമല്ലല്ലോ. കാരണം ഇപ്പൊ നമ്മൾ ഇന്ന് ഈ സംസാരം തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കണമെങ്കിൽ ഈ ലോകത്ത് ഒന്നല്ലേ പറ്റുള്ളൂ, നമുക്കില്ലെങ്കിൽ സാധ്യമല്ല. എത്ര കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വരുന്നുണ്ടാവും. അതുകൊണ്ട് ഇത് ആവശ്യമല്ല, ഉപയോഗിക്കണ്ടെന്നല്ല. പക്ഷെ പറയാറുണ്ട്, മാറ്റർ ഈസ് എ ഗുഡ് സർവന്റ് ബട്ട് ബാഡ് മാസ്റ്റർ എന്ന് പറയാം. ഈ പദാർത്ഥം എന്ന് പറയുന്നത് നല്ലൊരു സേവകനാണ്, പക്ഷെ ഒരു മോശം മാസ്റ്ററാണ്. അതിന് ബുദ്ധിയില്ല. പക്ഷെ ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? പദാർത്ഥങ്ങളെ നമ്മളെ ഭരിക്കാൻ വിടരുത്. പക്ഷെ നടക്കുന്നത് ഇപ്പൊ അതല്ലേ. കാരണം ഇന്ന് നോക്കൂ, നമ്മൾ സക്സസ് എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ ഒരു സക്സസ് ആദ്യം ഒരാളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയായിരിക്കുമ്പോൾ ഒരു പഠനമാണ് വിജയം എന്ന് വിചാരിച്ചോളൂ. അത് കഴിഞ്ഞ ശേഷം അവരൊരു ജോബായിരിക്കാം. ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അത് സക്സസ് ആവുന്നുണ്ടോ? ഇല്ല, അതിനപ്പുറത്ത് ആഘോഷിക്കുകയാണ്. അവൾ അന്വേഷിക്കുന്ന സമയത്ത് എനിക്കൊരു വീട് വേണമെന്ന് വിചാരിക്കുന്നു. വീട് വെച്ചാൽ ആയോ, സന്തോഷമായോ? ഇല്ല. അപ്പൊ സക്സസ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണെന്ന് പറയാം. അത് പരസ്പരമായിട്ട് എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം അഥവാ വിജയം അത് ജീവിതത്തിന്റെ അവസാനം വരെ എന്നും കൂടെ വരേണ്ട ഒരു സാധനമാണ്. അല്ലാതെ ഇന്ന് ഇത് കിട്ടി ഇതുകൊണ്ട് ഞാൻ ഹാപ്പിയായി, ഇല്ല, നിങ്ങൾ അവിടെ അവസാനിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അത് പറയുമ്പോൾ വേറൊരു ചോദ്യം, വിജയത്തിന് നമുക്ക് എങ്ങനെ നിർവചിക്കാൻ കഴിയും? കാരണം ധാരാളം പേർ ജീവിത വിജയമാണ് എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം. എന്നാൽ എങ്ങനെ വിജയത്തിലേക്ക് എത്തണം എന്നത് അറിയാതെ ഉഴലുന്നവർ തന്നെയാണ് കൂടുതലും. അതെ അതെ. വിജയത്തിന് ഒരു നിർവചനം കൊടുക്കാമോ? കൊടുക്കാമെങ്കിൽ അതെന്താണ്? മൂല്യങ്ങളുടെ ആധാരത്തില് സന്തോഷം അഥവാ ആനന്ദത്തിന് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാമെങ്കിൽ ആ ജീവിതത്തിൽ ഓരോ നിമിഷവും നിങ്ങൾ സക്സസ്ഫുൾ ആണ്. കാരണം ഞാനൊരു ബിസിനസ്മാനെ മീറ്റ് ചെയ്ത് ഞാൻ ഓർക്കും. അദ്ദേഹം ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻമാരുടെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു കോൺഫറൻസിൽ വെച്ചാൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ. അപ്പൊ ഞാൻ ആ ബ്രദറെ അടുത്ത് അവരെ പേഴ്സണലായിട്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എന്നോട് കുറെ പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഇങ്ങനെയാണ് എന്റെ പ്രോഗ്രാംസ് ചെയ്യാറ്, ഇത്ര കറക്റ്റ് ഷെഡ്യൂളാണ് ഞാൻ ചെയ്യുക, എന്റെ ടൈം ഞാൻ ഒരിക്കലും അതിലൊരു മാറ്റം വരുത്താറില്ല. കുറെ കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ നല്ല ഇഷ്ടാവും ചെയ്തു. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഫാമിലി എന്ത് പറയുന്നു? അത് ഫ്ലോപ്പാണ് സിസ്റ്റർ. എന്റെ 3 മാരേജ് കഴിച്ചു, പക്ഷെ 3ഉം ഫെയിലിയർ ആണ്. ഇനി 4ാമത്തെ മാരേജിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് ചിന്തിക്കുമ്പോഴേ അതിനെ കുറിച്ച് ടെൻഷനാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം ഒരു സക്സസ്ഫുൾ ലൈഫാണ്? തീർച്ചയായിട്ടും. പിന്നെ ലൈഫ് എന്ന് വെച്ചാൽ അതൊരു ബിസിനസ് അല്ല. ലൈഫ് എന്ന് വെച്ചാൽ അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പെർഫോമൻസ് മാത്രമല്ല. ലൈഫ് എന്നാൽ വീട്ടിൽ എന്റെ വീട്ടുകാർക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, പക്ഷെ ഓഫീസിൽ പോയി എന്നെ കൊണ്ടാവില്ല. ഇതൊന്നും ലൈഫിലെ സക്സസ് അല്ല. സക്സസ് ഓൾ ടുഗദർ ആണ്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയണം? ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി ദെൻ ഈസ് എ ഹ്യൂമൻ ബീയിങ്. അതായത് മാനസികവും ശാരീരികവും വൈകാരികവും ആത്മീയവുമായിട്ട് ഒരാൾ അതിന്റെ പൂർണ്ണഭാവത്തിലെത്തുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? ഒരു മനുഷ്യന്റെ പൂർണ്ണത എന്ന്. അത് മൂവ് ചെയ്യുന്ന പാത്തിലുകൂടി നിങ്ങൾ അവസാനത്തിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? അതിനും വിജയം എന്ന് പറയാൻ കഴിയില്ല. കാരണം സന്തോഷം അവസാനത്തിൽ കിട്ടേണ്ട ഒരു വസ്തുവല്ല, അത് നമ്മളെ കാത്തിരിക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ യാത്രയിലുടനീളം ഓരോ സ്റ്റെപ്പും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ആനന്ദിച്ചുകൊണ്ട് വേണം. അതുകൊണ്ടാണ് പറയുന്നത് സക്സസ് ഈസ് റിലേറ്റീവ്. കാരണം എനിക്ക് വലിയൊരു യാത്രയിലേക്ക് ഞാൻ പോകാമെന്ന് വിചാരിക്കും. മീൻസ് എന്റെ ഒരു പ്രോജക്ട് എനിക്കതൊരു വർഷം കൊണ്ട് നേടിയെടുക്കുന്ന പ്രൊജക്റ്റാണ്. പക്ഷെ ഇന്ന് അതിന് വേണ്ടതായിട്ടുള്ള എന്റെ ആക്ഷൻ പ്ലാനിൽ എത്ര ക്രൈറ്റീരിയാസ് ഞാൻ അതിനുവേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഫുൾ എനിക്ക് നിർവഹിച്ചു കഴിഞ്ഞുവെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ് മുന്നേറുമ്പോൾ യെസ് ഇറ്റ് ഹാപ്പൻ നമ്മുടെ ഉള്ളിനുള്ളിൽ വരില്ല ആനന്ദം. അപ്പൊ അതുകൊണ്ട് ആ ഒരു വർഷം കഴിഞ്ഞ് പ്രൊജക്ടിന്റെ എൻഡിലാണോ എനിക്ക് സന്തോഷം കിട്ടുന്നത്? അല്ല, എനിക്ക് ഇവിടെ കിട്ടുന്ന ആ സന്തോഷം, ഓരോ സ്റ്റെപ്പിലും ഞാൻ കിട്ടുന്ന സന്തോഷം അത് എപ്പോഴേ സംഭവിയാവുള്ളൂ? ആ സ്റ്റെപ്പ് ആസ്വദിക്കുന്ന സമയത്ത്. ആ സ്റ്റെപ്പ് ആസ്വദിക്കാൻ എന്ത് വേണ്ടി വരും? എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വേറൊരാൾ, ഞാൻ പുറത്ത് വേറൊരാളും ആവരുത്. എന്റെ ലക്ഷ്യവും ലക്ഷണവും ഒന്നിപ്പിച്ചിരിക്കണം.
എങ്കിൽ ഓരോ സ്റ്റെപ്പിലും മനുഷ്യന് ആനന്ദമായിരിക്കാം. അങ്ങനെ ഒരു ജീവിതം അത് തീർച്ചയായിട്ടും ഹാപ്പിനെസ് ആണ്. ബെഞ്ചിയുടെ ഹാപ്പിനെസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം, സന്തോഷം തീർച്ചയായും നമുക്ക് വേണം, എല്ലാ സമയത്തും വേണം. പക്ഷെ ഒരു കാര്യം സാധാരണ കേട്ടിട്ടുണ്ട്, അച്ചീവ്മെന്റ്സ് ബ്രിങ്സ് ഹാപ്പിനെസ്. പക്ഷെ അച്ചീവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പല കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും പലരുടെയും മനസ്സിലുള്ള സംശയം, ഇത് ഞാൻ ചെയ്തത് എവിടെ എത്തും? അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി കാണുന്നുണ്ട്. ഈ അനിശ്ചിതത്വം ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ ഇത്രയും രൂക്ഷമായി നിലനിൽക്കെ നമുക്ക് ആ ഓരോ ഘട്ടത്തിലും സന്തോഷം എങ്ങനെ കണ്ടെത്താൻ കഴിയും? കാരണം റിസൾട്ടിനെ കുറിച്ച് എനിക്ക് ഉറപ്പില്ലാത്ത ഈ കാലഘട്ടത്തിൽ എങ്ങനെ എനിക്ക് സന്തോഷിക്കാൻ കഴിയും? രണ്ട് വിധത്തിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഇന്നത്തെ ലോകത്ത് മനുഷ്യന് സന്തോഷിക്കണമെങ്കിൽ ആകെ ഒറ്റ പോംവഴിയുള്ളൂ. അതിൽ രണ്ടാമത്തെ ഭാഗം എടുക്കണം. ഒന്നാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരാൾക്കൊരു സാധനം, ഫോർ സിമ്പിൾ എക്സാമ്പിൾ, ഫ്രണ്ടിന് വേണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കുന്നു. ഞാൻ ആ ഗിഫ്റ്റ് വാങ്ങിച്ച് ഞാൻ അവൾക്ക് കൊടുക്കുന്ന സമയത്ത്, ആദ്യത്തെ പോർഷൻ ഞാൻ ആ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ അവളെ ഓർമ്മിച്ച് എന്റെ ഫ്രണ്ടാണ്, അവളുടെ ബർത്ത്ഡേ ആണ്, എന്റെ മനസ്സിലുള്ള ഫുൾ ഹാപ്പിനെസ്, അവളുള്ള സ്നേഹം അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ആ വാങ്ങിച്ച ഗിഫ്റ്റ് ഒരുപക്ഷെ അവൾക്ക് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. There are choices. അപ്പൊ ആ ചോയ്സിൽ രണ്ടാമത്തെ ഭാഗം വന്നെങ്കിൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുമെങ്കിൽ അതെനിക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതേസമയം ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി എന്നാൽ മാക്സിമം ബെസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു, അതെന്റെ ചോയ്സ്. അവളത് സ്വീകരിച്ചുവെങ്കിലും സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ എന്റെ പോർഷൻ ചെയ്തതിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാമെങ്കിൽ, പക്ഷെ ബെഞ്ച് സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വിഷമം തോന്നില്ലേ? അത് തോന്നാതിരിക്കാനാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ, ഞാൻ ചെയ്യുന്ന ഈ ഒരു കർമ്മം അത് എനിക്ക് പെർഫെക്റ്റ് ആണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ, എന്റെ തലത്തിൽ നിന്നുകൊണ്ട് എനിക്കാവുന്നതിൽ ബെസ്റ്റായിട്ട് ഞാൻ സെലക്ട് ചെയ്തൊരു ഗിഫ്റ്റ് ആണ് എന്നെനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ, അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ കൊടുത്തതിന്റെ സന്തോഷം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതേസമയം അത് പറഞ്ഞ രണ്ടാമത്തെ, ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിൽ എന്റെ കമ്മിറ്റ്മെന്റ് പൂർണ്ണമായില്ലെങ്കിൽ, കാരണം ഞാൻ തിരക്കായിരുന്നു, വൈകുന്നേരം വരെ ഒരു പക്ഷേ എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങാൻ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനുവേണ്ടി സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നടന്നു, അവസാനം വന്നപ്പോൾ എങ്ങനെയോ പോയി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു, അത് കൊടുക്കുമ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി മനസ്സ് പറയിച്ചേ കുറച്ചുകൂടി നല്ലതൊക്കെ എനിക്ക് വാങ്ങായിരുന്നു. മീൻസ് എന്റെ കർമ്മത്തിൽ എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ ഫീൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിലേക്ക് ദുഃഖമായിട്ട് മാറുന്നു. അതേസമയം എന്റെ കർമ്മത്തിൽ ഞാൻ മാക്സിമം ബെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കർമ്മം തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമുക്ക് തന്നിരിക്കും. ആ ഒരു കർമ്മത്തിന്റെ യഥാർത്ഥ കർമ്മം ചെയ്യും, ആ കർമ്മത്തിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്ത് ഹാപ്പിനെസ് റിസൾട്ട് എന്തോ ആയിരിക്കാം. ഇതുപോലെ തന്നെ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ചില പെർഫോമൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നിരിക്കാം. നമ്മളൊരു വീട് വെച്ച ഒരു ആർക്കിടെക്ട് ആണെന്ന് വിചാരിക്കും, അദ്ദേഹം ഒരു വീട് ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ കാണുന്നവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാം. ചിലപ്പോൾ പറയും, ഇല്ല ഈ ഒരു കാര്യം കൂടി ചെയ്യായിരുന്നല്ലോ, എന്താ ചെയ്തില്ലെന്ന് പറയാം. എല്ലാത്തിനും ഒരു ചെറിയ നെഗറ്റീവ് ഫോൾട്ട് കണ്ടെത്തുക എന്നുള്ളത് ലോകത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ കർമ്മത്തിലാണ് വിശ്വാസമെങ്കിൽ ഐ ക്യാൻ ബി ഹാപ്പി. അതായത് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഹാപ്പിനെസ് ഇസ് ഈക്വൽ ടു E/A എന്ന് പറയും. അതായത് നമുക്ക് സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ പ്രതീക്ഷകളെ നേട്ടങ്ങൾ കൊണ്ട് ഹരിക്കാനാ പറയുന്നത്. പ്രതീക്ഷ കുറയ്ക്കുക, നമുക്ക് സന്തോഷം എപ്പോഴും കിട്ടും. ഇത് വളരെ മനോഹരമായ ഒരു സമവാക്യം തന്നെയാണ്. ഇതിനെ നമ്മൾ ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റിലേക്ക് തന്നെ വരാം. വ്യക്തിപരമായ ഞാൻ അറിയുന്ന ഒരു സ്ത്രീ, അവരുടെ മകൻ വളരെ വൈകിയാണ് വീട്ടിൽ വരുന്നത്, വളരെ ലേറ്റായി വീട്ടിൽ വരും, തോന്നുന്ന സമയത്ത് വരും. അപ്പോൾ അവർക്ക് എപ്പോഴും മകനെക്കുറിച്ച് പരാതിയുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാർക്കും കുട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇത് അമ്മയും മകനും തമ്മിൽ അവരുടെ റിലേഷൻഷിപ്പിനെ ബെസ്റ്റ് ആക്കാൻ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഉള്ളത്. കാരണം മകൻ വൈകി വരുന്നു, പല കാരണങ്ങളുണ്ടാവാം. എന്തുകൊണ്ട് മകൻ വൈകി വരുന്നു ആദ്യം അറിയാൻ ശ്രമിക്കേണ്ടത് അമ്മയുടെ കർത്തവ്യമാണ്. ഞാനും ഇത് പറയുമ്പോൾ പല അമ്മമാരും മക്കളുടെ ഈ വിഷമം അമ്മമാരുണ്ടോ എന്ന് പറയാറുണ്ട്. ഇത് അമ്മമാർക്ക് വളരെയധികം സ്ട്രെസ് കൊടുക്കുന്ന ഒന്നാണ്, ഒരുപാട് പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം ചില കുട്ടികൾ വൈകി വരുന്നതിന് അതിന് പ്രത്യേക കാരണം ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് അവർ വൈകി വരുന്നത്. അവർക്ക് നേരത്തെ എത്താൻ പറ്റാത്ത സിറ്റുവേഷനിലായിട്ടാണ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൽ കൂട്ടുകെട്ടിൽ പെട്ട് ഒരുപാട് സമയം പുറത്ത് ചെലവഴിച്ച ശേഷം വീട്ടുകാർക്ക് സമയം കൊടുക്കാത്ത മക്കളെയും കാണാം. അപ്പൊ എന്തുകൊണ്ട് മകൻ വൈകി വരുന്നു എന്നറിയാന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത്, അവൻ അഥവാ സംഘദോഷം കൊണ്ടാണെങ്കിൽ, റിയൽ റീസൺ ആണെങ്കിൽ അവന് വൈകി എത്താൻ പറ്റുള്ളൂ എങ്കിൽ ഒരമ്മയ്ക്ക് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഉള്ള സമയത്ത് മാക്സിമം ഹാപ്പിനെസ്സും മാക്സിമം കെയറിംഗ് കൊടുക്കാമെങ്കിൽ, കാരണം സ്നേഹത്തിന്റെ പ്രകടഭാവമാണല്ലോ കെയറിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കെയറിംഗ് നിങ്ങൾക്ക് കൊടുക്കുമെങ്കിൽ ലോകത്ത് എവിടെ പോയാലും ആ ഒന്നിനു വേണ്ടി അമ്മയുടെ അടുത്ത് ആ മകൻ വന്നിരിക്കും, അതിൽ സംശയമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത്, അഥവാ ആ കുട്ടി സംഘദോഷത്തിൽ പെട്ടിട്ടാന്ന് വിചാരിക്കുക അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അവന് കൊടുക്കേണ്ടതായിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ട്.
അതായത് ഒരു അമ്മയ്ക്ക് ആഹാരത്തിലൂടെയാണെങ്കിലും ശരിയാണ്, തന്റെ വ്യവഹാരത്തിലൂടെയാണെങ്കിലും ശരിയാ, 2 വിധത്തിലൊരു മകനെ സ്വാധീനിക്കാൻ സാധിക്കും. ഒന്ന്, തന്റെ വ്യവഹാരത്തിലൂടെ നന്മയുടെ പ്രതീകമായിക്കൊണ്ടുള്ള ഒരു മോഡൽ അവൻ അമ്മയെ കാണിക്കാൻ പറ്റണം. മറ്റൊന്ന്, തന്റെ സംസ്കാരത്തിലൂടെ തന്റെ സമീപത്ത് എത്ര സമയമുണ്ടോ അത്ര സമയം അവന് ആ വൈബ്രേഷനിലൂടെ ഒരു സുഖമുണ്ട്. ഒരമ്മ മകന് ആഹാരം കൊടുക്കുന്നത് വെറുതെ ഒരു ചോറെടുത്ത് കൊടുക്കലല്ലോ, അത് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടും. എന്തുകൊണ്ട് അമ്മ തരുമ്പോൾ അതിന്റെ ഡിഫറൻസ് വിത്ത് ലവ് ആണ്. ആ സ്നേഹത്തിന്റെ വാംത്ത് ഉണ്ടല്ലോ, ആ ഊഷ്മളത മകൻ അനുഭവിക്കാൻ കൊടുക്കണം നമ്മള്. അവൻ വൈകി വരുന്ന അവൻ ചെയ്യുന്നത് തെറ്റാണ്. ഓട്ടോമാറ്റിക്കലി അമ്മമാരെന്ത് ചെയ്യും? അടുത്തെത്തിയ സമയത്ത് ദേഷ്യത്തോടുകൂടി എടുത്തു. കാരണം ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് എന്താ കാര്യം, നീ കേൾക്കാൻ പോകുന്നില്ല, ഞാൻ അതിന് പറയണം, ഇതാ കഴിച്ചു, ഫിനിഷ്. ആ ഒരു അവസ്ഥയിൽ അവർ നിങ്ങൾ നകന്നകന്ന് പോവുകയുള്ളൂ. അതേസമയം ഉള്ള അത്ര സമയം മാക്സിമം വാംത്ത് അവന് കൊടുത്തുകൊണ്ടിരുന്നാൽ ചില സർട്ടൺ മൊമെന്റ്സ് വരും അവർക്ക് റിയലൈസ് ചെയ്യാൻ ഇതൊന്നുമല്ല സ്നേഹം. കാരണം പലരും ഇന്ന് കറപ്റ്റഡ് സ്നേഹത്തിന് പിന്നാലെ പോവുകയാണ്. ആ റിയലൈസേഷൻ മൊമെന്റിൽ അവൻ റിട്ടേൺ അടിക്കുമ്പോൾ നിങ്ങളുടേതായിട്ട് നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു ആ ലെവലിലേക്ക് മാറ്റുകയും ചെയ്യാം. അതുകൊണ്ട് ആശ വിടാതെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ ഹൃദയ നൈരാശ്യം ഉണ്ടാവാതെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും സിറ്റുവേഷൻ മാറും. ബെഞ്ചി, ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വളരെയധികം നന്ദി. സമയപരിമിതി മൂലം നമ്മൾ ഇന്ന് തൽക്കാലം നിർത്തുകയാണ്. ഇത്രയും വിലപിടിച്ച സമയം മാറ്റിവെച്ച് ഇന്ന് സിസ്റ്റർ വന്നു, വളരെയധികം ഉൾക്കാഴ്ചകൾ നമുക്ക് പ്രദാനം ചെയ്തു. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ യാത്ര നമ്മൾ തീർച്ചയായും തുടരും. ജ്യോതിർഗമയ ജീവിതത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ്. മാനവ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് എത്തി നോക്കി വെളിച്ചം വീശുന്നു. മാനവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ ചൈതന്യത്തെ വീണ്ടെടുക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ജ്യോതിർഗമയിലൂടെ നാം നടത്തുന്നത്. ഇന്ന് നമ്മൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി. ജീവിതത്തിൽ വിജയം തീർച്ചയായും ആപേക്ഷികമാണ്. ശാന്തമായും മനസ്സിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിർത്തി മുന്നോട്ടു പോകുന്ന ജീവിതത്തെ മാത്രമേ വിജയമെന്ന് പറയുകയുള്ളൂ. സന്തോഷം എന്നത് യാത്രയ്ക്കപ്പുറം നമ്മെ കാത്തിരിക്കുന്ന ഒന്നല്ല, യാത്രയോടൊപ്പം തന്നെയുള്ള ഒന്ന് തന്നെയാണ്. ആ തിരിച്ചറിവിലൂടെ കൂടുതൽ ജീവിതത്തിന്റെ മനോഭാവങ്ങളിലേക്ക്, പക്വതയാർന്ന ജീവിതചര്യയിലേക്ക് നമുക്ക് യാത്ര ചെയ്യണം. അങ്ങനെ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനപ്രകാശത്തിലേക്ക് എന്ന വാക്കിനെ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സാർത്ഥകമാക്കി മാറ്റാം. എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം